ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ സാരികളിലും കുർത്തിയിലൊക്കെ ചെയ്യുന്ന ഒരു ഫാബ്രിക് പെയിൻറ്റിങ് വിത്ത് ആര്യ വർക്ക് കാണിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് എനിക്ക് ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാര്യമായൊരു അറിവുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്തപ്പോൾ അതിൽ ആ ഒരു പെർഫെക്ഷനൊന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ആക്ച്വലി ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യും, പക്ഷേ കാര്യമായിട്ട് ഡ്രസ്സിലൊക്കെ ചെയ്തത് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഫിനിഷിങ് കുറവുണ്ട്. പക്ഷേ ഇപ്പോൾ കുർത്തികളിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജോർജ് സാരീസിലൊക്കെ ട്രെൻഡായിരിക്കുന്ന ഇതുപോലത്തെ വർക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ മുന്താണി പോർഷനിലൊക്കെയാണ് ഇത് കാണുക. ഇത് നമ്മൾ ഇങ്ങനെ ആരി വർക്ക് വെച്ചിട്ട് ഈ ഫ്ലവർ ആദ്യം നമ്മൾ ഫ്ലവർ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്ത ശേഷം അതിന് ചുറ്റും നമ്മൾ ആരി വർക്ക് വെച്ചിട്ട് കവർ ചെയ്ത് ഇതാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് കാണുന്നത്. അതിനുശേഷം ആരി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാരി, ഒരു ജോർജറ്റ് സാരിയൊക്കെ മേടിക്കും, ഒരു എങ്ങനെ പോലും ഒരു 500 രൂപയ്ക്ക് നമുക്കൊരു സാരി, ജോർജറ്റ് സാരി വാങ്ങിക്കാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് അതിൽ ആരി വർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 500 രൂപയുടെ നമുക്ക് എല്ലാം കൂടി ഒരു 600 രൂപ കോസ്റ്റ് വരുന്നുള്ളൂ ചെയ്യുന്ന വർക്കും കൂടിയിട്ട്. പക്ഷെ നമുക്കൊരു 2500 രൂപയോളം നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ചുരിദാറിലാണെങ്കിൽ ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ താഴ്ഭാഗങ്ങളിലും എലൈനാണെങ്കിൽ താഴ്വശത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് ബീഡ്സ് വർക്ക് അതിൽ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അരി വർക്കിന് വേണം നിർബന്ധമില്ല, നോർമൽ നീഡിലും അതുപോലെ തന്നെ ബീഡ്സും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാനിങ്ങനെ ചെയ്യട്ടോ. കുറേ ദിവസമായിട്ട് ആക്ച്വലി ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ട് 1.5 മാസമായി ആരി വർക്ക് ചെയ്യാൻ സമയം കിട്ടാണ്ട് വെച്ചിരിക്കണമെന്ന്. അപ്പോൾ അതേ ഞാനിത് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളത് ഫാബ്രിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുകയാണ്, കണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ഇത് മൊത്തം 3 ഫ്ലവറാണ് ഇത് കൊടുക്കുന്നത്. നമുക്ക് സാരിയിലാണ് ചെസ്റ്റ് പോർഷനിലും മുന്താണി ഭാഗത്തും കൊടുക്കുക, ഇങ്ങനെ 3 ഫ്ലവറായിട്ട്. അതിനുശേഷം അതിന് ലീഫ് കൂടി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട. ഒക്കെ ഫ്രീ ഹാൻഡ് വെച്ച് ഇങ്ങനെ ഡ്രോ ചെയ്ത ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് അതുപോലെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒന്ന് വരച്ചെടുത്തോട്ടോ. എന്നിട്ട് ഇത് മറ്റേ ലീഫിന് ഇതാക്കി കൊടുത്ത ശേഷം ആരി വർക്ക് വെച്ചിട്ടാണ് ഞാനതിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആരി വർക്കിൻ്റെ ക്ലാസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറൊക്കെ മെസ്സേജ് അയക്കാം. ആരി വർക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രയത്നിച്ച് കഴിഞ്ഞാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ടിപ്പുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് ക്ലാസ്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ. സിമ്പിൾ ക്ലാസ്സുകളാണ്, അത്രയും സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, പിന്നെ ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇത് അടുത്ത ചെയ്ത ആരി വർക്കാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും ലീഫുകളുടെ ചുറ്റും അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ നമുക്ക് അരി വർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിക്കണില്ല, വീഡിയോയിൽ കാണിക്കണില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ അരി വർക്ക് ചെയ്ത് തീരുന്ന പരിപാടിയല്ല. ഫാബ്രിക് പെയിൻറ്റിങ് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാം. പക്ഷേ അരി വർക്ക് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് തിരക്ക് ബിസിയൊക്കെ ആയപ്പോൾ അങ്ങനെ നീണ്ട് പോയിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലത്തെ ഒരു ഫ്ലവർ വെറും പ്ലെയിൻ തുണിയിൽ അല്ലെങ്കിൽ കുർത്തി മെറ്റീരിയൽ ഇതുപോലെ ചെയ്യുമ്പോൾ അതൊരു ലുക്ക് തന്നെ വേറെ ആയിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറൊക്കെ അരി വർക്കിൻ്റെ ക്ലാസ് വേണമെന്നുള്ളവർ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.